ഹലോ ഗൂയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് എന്താ സാധനം വെച്ചാൽ ഒരു റിംഗ് ലൈറ്റാണ്. ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് RGB മോഡലാണ്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് 16.7 മില്യൺ കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ പോസിബിൾ ആവുന്നതെന്ന് വെച്ചാൽ ഇത് ബ്ലൂടൂത്ത് എനേബിൾഡാണ്. ഇതിൻ്റെ ഈ മൊഡ്യൂൾ കണ്ടോ, ഈ മൊഡ്യൂള് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് പവേർഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ആവും. അപ്പോൾ ആ ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് മൊബൈലിലൊരു ആപ്പ് ഉണ്ട്, LED ബ്ലി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിൽ ആ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്യുക, പലവിധ ബ്രൈറ്റ്നെസ് ചൂസ് ചെയ്യാം, പിന്നെ പല സ്ട്രോബ് മോഡുകൾ, പിന്നെ മ്യൂസിക്കിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അത് ഒരു ടൂറിസ്റ്റ് ബസ്സൊന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മോഡ് കിട്ടിയതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഈ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ആകെ 1-2 പീസൊക്കെ ബാക്കിയുള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മതി. ഞാൻ അതിന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാം. കുറച്ച് എക്സ്പെൻസീവാണ്, അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെറ്റ് വേണം. അതിൽ 4mm അല്ലെങ്കിൽ ഒന്ന് എടുത്ത് വെക്കണം, ഒന്ന്. പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ് വേണം. പിന്നെ ഒരു 3M പോലത്തെ ഒരു ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഫോം ടാപ്പ് വേണം. അത് പിന്നെ ഒരു കത്രിക വേണം, ഒരു സിസേഴ്സ് അല്ലെങ്കിൽ വയറിൻ്റെ സ്ലീവ് നീക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനമായാലും മതി. കത്രികയാണ് ബെറ്റർ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഈ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ ഈ പാനൽ ഊരി മാറ്റുക. അതിന് 4mm അല്ലെങ്കിൽ എടുത്തിട്ട് ലൂസാക്കി തുടങ്ങുക. ഓഫ് കോഴ്സ് അത് എല്ലാം ഇട്ട് ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഡാഷ്ബോർഡ് ഊരുന്നത് എന്താ വെച്ചാൽ ഉള്ളിലൂടെ കൈയിട്ടിട്ട് ഇവിടെ കണ്ടോ ഈ ഏരിയ കൊണ്ട് പുറത്തോട്ട് വലിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഹാൻഡിൽ അങ്ങോട്ട് തിരിക്കുക, ഇവിടെ ഉള്ളിലൂടെ ഈ ഏരിയയിലോട്ട് പുറത്തോട്ട് പുഷ് ചെയ്യുക. കണ്ടോ ഇവിടെ 3 ക്ലിപ്പാണ് വരുന്നത്, 1, 2, 3. ആ 3 ക്ലിപ്പിൽ നിന്ന് ലോക്ക് ഊരി പോരണം. ആ രീതിയിൽ വലിക്കേണ്ടി വരും, കുറച്ച് റിസ്ക്കാണ്. ഇങ്ങനെയാണ് RSൻ്റെ ഡാഷ്ബോർഡ് പാനൽ ഊരിയെടുക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർ നെവർ മൈൻഡ്. ഇതാണിപ്പോൾ RSൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. ഉള്ളിൽ വയറിങ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ ആൾറെഡി റിംഗ് ലൈറ്റ് ഉണ്ട്, അത് ഊരി മാറ്റിയിട്ട് ഈ RGB റിംഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. റിംഗ് ലൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഒന്ന് കത്തുന്നുണ്ട്, ഒന്ന് കത്തുന്നില്ല. പലരും ചോദിച്ചിരുന്നു ഷോറൂമിൽ നിന്ന് ഇറക്കിയതിന് ശേഷം റിംഗ് ലൈറ്റ് അടിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും വർക്കിംഗ് ആയിരുന്നല്ലോ, അതെന്താ സംഭവം എന്ന് ചോദിച്ചിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ കാണിച്ചു തരാം. കണ്ടോ ഇതാണ് സംഭവം. വയർ ഡിസ്കണക്റ്റ് ആയി പോയതാണ് അവിടുന്ന്. അതും ഒരു സിലിക്കോൺ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച റിംഗ് ലൈറ്റിൻ്റെ സർക്യൂട്ടായിരുന്നു. അതിൽ നിന്ന് വരെ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലമാണ്, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇതാണ് അവസ്ഥ റിംഗ് ലൈറ്റിൻ്റെ. അപ്പോൾ ഇതൊന്ന് ഊരി ഒഴിവാക്കണം, എന്നിട്ട് മറ്റേ ഫിറ്റ് ചെയ്യണം. ഈ റെഡ് കപ്ലർ കണ്ടോ, ഈ റെഡ് കപ്ലർ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർക്ക് ലൈറ്റാണ്. ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റാണ്. അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കണക്ടറാണ് ഈ റെഡ് കപ്ലർ. അപ്പോൾ അതിൽ നിന്നായിരുന്നു ഇതുവരെയുള്ള റിംഗ് ലൈറ്റ് കണക്ട് ചെയ്തത്. അപ്പോൾ അത് ഊരിയെടുത്തേക്കാണ്. ഇതാണ് റിംഗ് ലൈറ്റിൻ്റെ അവസ്ഥ. ഒരു വയർ ഡിസ്കണക്റ്റഡ് ആണ്. ഒന്ന് എങ്ങനെയോ അതിൻ്റെ ആ സിലിക്കോൺ ഗ്ലൂവിൻ്റെ ഉള്ളിലോട്ട് ഇനി വെക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഇതിൻ്റെ മേലെ കൂടെ സിലിക്കോൺ ഗ്ലൂ വന്നേക്കുക, അതിൻ്റെ ഉള്ളിലോട്ട് ഇനി വെക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെയും ഊരി മാറ്റണം. അങ്ങനെ ഒരു റിംഗ് ലൈറ്റ് ഊരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നായി. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ റെഡ് കപ്ലർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഈ കണക്ടർ റിമൂവ് ചെയ്യുന്നു. ആൾറെഡി ഉള്ള റിംഗ് ലൈറ്റ് അതിലാണ് കണക്ട് ചെയ്തത്. അങ്ങനെ സെക്കൻഡ് റിംഗ് ലൈറ്റും ഇതിൻ്റെ ഇടയിലൂടെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ റിംഗ് ലൈറ്റും കിട്ടി. ഇപ്പോൾ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാതെ വെറും പൂച്ചമോന്തനാണ്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റിംഗ് ലൈറ്റ് ഇവിടെ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഇതൊന്ന് സ്മോക്ക് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അത് ഇനി
സ്റ്റിക്കർ കടയിൽ പോകുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കണം. ആദ്യം ഇതിൻ്റെ ടൈസ് റിമൂവ് ചെയ്യാം. പോട്ടെ. ഇത് 2 ലോട്ട് സിംഗിൾ കണക്ഷനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, 2 റിംഗ് ലൈറ്റിലോട്ടും ഓരോ ക്ലിപ്പ് കണക്ഷൻ വരുന്നുണ്ട്. അത് രണ്ടും ആദ്യം ഊരിയെടുക്കണം. എൻ്റെ അമ്മോ. ഇതാദ്യം ഊരിയെടുക്കുന്നു. എന്നിട്ട് ഒന്നിവിടെ നിൽക്കട്ടെ. ഇത് മാക്സിമം ഇതിൻ്റെ മേലോട്ട്, ഈ അറ്റത്ത് ഇങ്ങനെ മേലോട്ട് കയറ്റി വരാൻ നോക്കുക. നമുക്ക് വയർ എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒന്ന് കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ഈ പ്രൊജക്ടറിന് മേലെ വരുന്ന ഈ മാസ്ക് ഉണ്ടല്ലോ, RSൻ്റെ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ മേലെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ ഈ റിംഗ് ലൈറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറാൻ. അതും ഈ മാസ്കിന് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ഇല്ല. അപ്പോൾ റിംഗ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ മുട്ടി നിൽക്കുക ചെയ്യുക. ഇങ്ങനെ ഒരു കട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിംഗ് ലൈറ്റ് ആ ഭാഗത്തോട്ട് കയറി നിൽക്കും. അതായത് ഒരു കണ്ണ്, ദേഷ്യം പിടിച്ച കണ്ണ് പോലെ, ഒരു വെട്ട് കിട്ടിയ പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലാത്തവർ ഈ പ്രൊജക്ടർ ഒന്ന് ബാക്കിലോട്ട് നീക്കിയിട്ട് വയർ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വയർ കട്ട് ചെയ്തിട്ട് കയറ്റേണ്ടി വരും. അങ്ങനെ 2 ഭാഗത്തുനിന്നും എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ വെക്കുകയാണ്. ഇത് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു 3M ടൈപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വയേഴ്സ് ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ വയേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ ക്ലിപ്പിലും കണക്ട് ചെയ്യാം. ക്ലിപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വയേഴ്സ് 2 ഭാഗത്തും കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഫിക്സ് ചെയ്യുക. തെറ്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. എല്ലാ വയേഴ്സിൻ്റെ ലൈനും അലൈൻഡ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, നെഗറ്റീവ് ഈ ബ്ലാക്കാണ്, പോസിറ്റീവ് ഈ റെഡുമാണ്. എന്നിട്ട് ഈ കപ്ലറിൻ്റെ പോസിറ്റീവിൽ ഇതും അങ്ങനെ കൊടുക്കുക, കണക്ഷൻ കൊടുക്കുക. ഈ ക്ലിപ്പിൻ്റെ ഉള്ളിലോട്ട് വെച്ചു. ബ്ലാക്കും ഞാൻ അതുപോലെ തന്നെ തമ്മിൽ ടച്ച് ആവരുത് കേട്ടോ. അതും നിങ്ങൾ ഈ പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഓഫ് ആക്കിയിട്ട് ചെയ്യണം. തട്ടി കഴിഞ്ഞാൽ ഇത് ഫ്യൂസ് പോകും. തട്ടി കഴിഞ്ഞിട്ട് ഷോർട്ടായിട്ട് ഫ്യൂസ് പോകും. ആണെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കയറ്റുക. വയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിൻ്റെ വയറിങ് ഇതിൻ്റെ കപ്ലറിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് വെച്ചു. ഇനി ഈ കപ്ലർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വയേഴ്സ് ഇനി ഏകദേശം ഒന്ന് റെഡി ആക്കാനൊക്കെ ഉണ്ട്. ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന് കാണാൻ വേണ്ടി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദൈവമേ പഠിച്ചേനെ. ഇതാണ് കേട്ടോ അവസ്ഥ. ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാം. സോറി, ഇൻഡിക്കേറ്റർ ഓഫാക്കി. ഇത് ഞാൻ ആൾറെഡി ഒന്ന് ബാറ്ററിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ആദ്യം സെറ്റ് ചെയ്തിരുന്നു. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം സ്ട്രോബ് പോലെ മിന്നി കളിക്കുക ചെയ്യുക ഓരോ കളേഴ്സ്. എൻ്റേത് ആൾറെഡി ഒന്ന് സെറ്റ് ചെയ്തിരുന്നു. ആദ്യം LED പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാദ്യം ഓൺ ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കിയിടാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിലെന്ന് പറഞ്ഞാൽ പല കളേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഗ്രീൻ ആക്കാം. ഇപ്പോൾ ഗ്രീനിലാണ് കിടക്കുന്നത്. കണ്ടോ, ഗ്രീനാണ്. ഇനി ബ്ലൂ ആക്കാം, റെഡ് ആക്കാം, യെല്ലോ ആക്കാം, മജന്ത ആക്കാം, റോസാണ്, പിങ്ക് ആണ്, വൈറ്റ് ആക്കാം. കാണാൻ ഇതിപ്പോൾ നട്ടുച്ചയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഉണ്ടോയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് കുറക്കാം, ഫുള്ളായിട്ട് ഓഫാക്കുന്ന രീതിയിലാക്കുക. നല്ല ബ്രൈറ്റ്നസ് കുറക്കാം, ഫുള്ളായിട്ട് കൂട്ടും ചെയ്യാം. എല്ലാ കളേഴ്സും അങ്ങനെ തന്നെ. ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കുറക്കാം, കൂട്ടാം. ബ്ലൂ, എല്ലാ കളേഴ്സും കാണാൻ അടിപൊളിയാണ്. പിന്നെ ഓരോ കളേഴ്സ്, വൈറ്റ് ഡിമ്മ്, അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ, ഓരോ ചോയ്സ്, അങ്ങനെ പല മോഡുകളുണ്ട് കേട്ടോ ഇതിൽ. അതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ സ്ലൈഡർ കൂട്ടുക, കുറക്കുക, അങ്ങനെ പല മോഡുകൾ. പിന്നെ സ്റ്റാറ്റിക് റെഡ്,
സ്റ്റാറ്റിക് ബ്ലൂ, സ്റ്റാറ്റിക് ഗ്രീൻ, സ്റ്റാറ്റിക് സയാൻ, പിന്നെ സ്റ്റാറ്റിക് യെല്ലോ, സ്റ്റാറ്റിക് പർപ്പിൾ, സ്റ്റാറ്റിക് വൈറ്റ്, പിന്നെ അങ്ങനെ ഓരോ കസ്റ്റം മോഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റ്. ഇനിയിപ്പോൾ സ്റ്റാറ്റിക് റെഡ് ആക്കിയിട്ട് പിന്നെ ഓഫാക്കി ഓണാക്കുമ്പോൾ ഏത് കളറാണ് വരിക എന്ന് നോക്കാം. ജസ്റ്റ് ഓഫാക്കിയിട്ട് ഓണാക്കി നോക്കുമ്പോൾ സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് കണക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ബ്ലൂടൂത്തും ലൊക്കേഷനും ഒന്ന് ഓണാക്കിയിടണം. എന്നാലാണ് ഇത് സൈഡിലെ പാനൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, ഓരോ ഡിവൈസസ് കാണിക്കും. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡാണ്, ഞാൻ കണക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ ഇനിയും വേറെയും എക്സ്ട്രാ റിംഗ് ലൈറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ മ്യൂസിക്കിനനുസരിച്ചൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ കളേഴ്സും കിട്ടുന്നുണ്ട്, അതൊരു ബോണസാണ്. ഇപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ വെക്കാം, യെല്ലോ വേണമെങ്കിൽ യെല്ലോ വെക്കാം. വേറെയും കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ആഡ് ചെയ്ത് വെക്കാം. ഇതൊരു വൈറ്റ്, ഒരു യെല്ലോ ടിൻ്റാണ്. പിന്നെ റെഡ്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇപ്പോൾ വൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് 3M ടൈപ്പ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ മതി, ഇതവിടെ നിന്നോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ്, വീഡിയോസ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ നൈറ്റിലെടുത്ത കുറച്ച് കളർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നൈറ്റിൽ ഇത് എങ്ങനെയാണ് ലുക്ക് ചെയ്യാണ്. ഇത് പകലുള്ള വെളിച്ചമാണ്, പകൽ അത്യാവശ്യം വെളിച്ചം തന്നെ ഉണ്ട്, നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി രാത്രിയിലെ വ്യൂ ഞാൻ ഇതിൻ്റെ ബാക്കിൽ വീഡിയോ ആഡ് ചെയ്യാം.